ഇപ്പോൾ രാവിലെ 5 മണിയായിട്ടുണ്ട്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാത്രിയിലെ കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല ഞാൻ കഴുകി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ചോറ് നമ്മൾ ഇന്നലെ രാത്രിയിൽ തിളപ്പിച്ച് തമിഴ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് നമ്മൾ ഒന്നുകൂടി തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. രാവിലെ ഒരു ചായ ഇട്ടോട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ചായ കുടിച്ചുകൊണ്ട് ചെയ്യാം. നിലത്തയില ആയതുകൊണ്ടാണ് കേട്ടോ തേയില നേരത്തെ ഇട്ട് കൊടുക്കുന്നത്. കടലയ്ക്ക് ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട്. ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. നമ്മൾ കടലക്കറിക്ക് വഴറ്റുന്നതിന് വേണ്ടിയിട്ട് 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. നാലഞ്ചല്ലി ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞെടുക്കാം. ചെറിയ സവാളയാണ് കേട്ടോ, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 1 എണ്ണം മതി. കുറച്ച് കടലയെ ഇട്ടിട്ടുള്ളൂ. വഴറ്റിയിട്ട് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതുപോലെ ഒരുപാട് കുരുവിന കഷ്ണങ്ങളൊന്നും ആക്കുന്നില്ല. അരയ്ക്കാനുള്ളതായുണ്ട്. ഇനി കുറച്ച് തേങ്ങയും കൂടെ വഴറ്റിയെടുക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ മറന്നുപോയി. തേങ്ങ കടലയുടെ കൂടെ ഇടണമായിരുന്നു. ഇത് അരച്ചെടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റാൻ പറ്റില്ലല്ലോ. അപ്പം ഇന്നിനി തേങ്ങ ഇല്ലാതെ കടലക്കറി ഉണ്ടാക്കാം. നമ്മുടെ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്, കുടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇന്ന് ദോശയ്ക്ക് വേണ്ടിയാണ് മാവ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. മഴയൊന്നുമില്ല, അത് കാരണം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മാവൊന്ന് മാറ്റി വെക്കും. എല്ലാത്തിലും കൂടെ ഉപ്പ് ചേർത്ത് കളയക്കാലോ നോക്കിയിട്ടാണ്. ഇത്രയും ചിലവായില്ലെങ്കിൽ പിന്നെ ആ മാവിൽ നിന്ന് വല്ലാതെ കുളിച്ച് പോകും. പിന്നെ അത് ഒന്നിന് കൊള്ളാതാവും. മാവിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
വെന്തിട്ടുണ്ട്. കടല അങ്ങ് മാറ്റി വെക്കുകയാണ്. നമ്മുടെ ഉള്ളി വഴറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടി ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറിന് കൊണ്ടുപോകാനായിട്ട് ചമ്മന്തി അരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പെരിഞ്ജീരകവും പട്ടയും ഗ്രാമ്പും കൂടി ഈ കടലക്കറിയുടെ സവാളയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സെപ്പറേറ്റ് ഗരം മസാല ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉള്ളി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഓരോ പൊടികളും ചേർത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇഷ്ടമുള്ളവർക്ക് ഉള്ളി വഴറ്റുമ്പോൾ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കറണ്ട് പോയി ഗൈസ്. നമ്മൾ ഉള്ളി വഴന്നത് മാറ്റിയിട്ടുണ്ട്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെത്തോലി ഫ്രൈ ചെയ്യാനായിട്ട് ഇരിപ്പുണ്ട്. അത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്. കറണ്ട് പോയി. ടാങ്കിൽ വെള്ളവും ഇല്ല. മൊത്തം കുളമാവുന്ന ലക്ഷണമാണ്. നമ്മൾ നെത്തോലി ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി. മീനെല്ലാം അങ്ങ് മറിച്ചിടുകയാണ്. ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മുടെ കറണ്ട് ഇനി വന്നു. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. വെള്ളം നമ്മുടെ സ്റ്റവിൽ നമ്മൾ മാറ്റി വെക്കുകയാണ്. നമ്മൾ ഈ വഴറ്റിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ കടലക്കറി റെഡിയാക്കി എടുക്കാനായിട്ട് പോകുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ചേർക്കേണ്ടവർക്ക് ചുവന്നുള്ളി ചേർക്കാം.
ഞാൻ അരപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. തിളയ്ക്കാൻ നിൽക്കുന്നില്ല, ഞാൻ കടല അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എനിക്കൊരു അക്കിടി പറ്റി, ഞാൻ കടല വേവിക്കാനായിട്ട് വെച്ചപ്പോൾ ഉപ്പ് ചേർക്കാനായിട്ട് മറന്നുപോയി. ഉപ്പും കറിവേപ്പില ഒന്നും ചേർത്തില്ല, മറന്നുപോയി എല്ലാം. കാരണം കുറച്ച് നേരത്തെ അതേ കിടന്ന് തിളച്ചോട്ടേന്ന് ഓർത്ത് അങ്ങിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കടല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ നിന്ന് തിളച്ച് വരട്ടെ, നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇനി കുറച്ച് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഫ്രൈ ചെയ്യാനല്ല, ഒന്ന് ഉലർത്തി എടുക്കാനാണ്, വരട്ടിയെടുക്കാൻ. ഇതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കടലക്കറി തിളച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കടലക്കറി സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുകയാണ്. നെയ്യ് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാൽ നല്ല മൊരിഞ്ഞ ദോശ കിട്ടും നെയ്യ് തേച്ച് കൊടുത്താൽ. അതുകൊണ്ടങ്ങ് തേച്ച് കൊടുത്താണ്. ഇവിടെ ഇത്രേ പരത്താറുള്ളൂ, കൂടുതൽ പരത്തി ചുടത്തില്ല. നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ പരത്താറുള്ളൂ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചോറും കൊണ്ടുപോകാനുള്ള കറികളും ഒക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ വ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.